ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആശ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു. ആൻഡ് ആ സിനിമേൻ്റെ ഒരു സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് പേരെ കാണുള്ളൂ. ആ കുറച്ച് പേര് കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡയറക്ടർ ജോൺ പോൾ. ഇദ്ദേഹത്തിന്റെ പേര് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമ കാണുന്നവരെ അറിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഗപ്പിയിലെ ഡയറക്ടർ ഓർ അമ്പിളിയിലെ ഡയറക്ടർ അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സിനിമ കണ്ടിറങ്ങിയാൽ ആരും ഇദ്ദേഹത്തിന്റെ പേര് മറക്കില്ല. ആൻഡ് ഗപ്പി സിനിമ ഞാൻ തിയേറ്ററിൽ നല്ല കണ്ടത്. അമ്പിളി പക്ഷേ ഞാൻ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. അമ്പിളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സിനിമ എനിക്ക് ഇമോഷണലി ഭയങ്കര കണക്ട് ആയ ഒരു പടമാണ്. അമ്പിളിയും ഗപ്പിയും പോലത്തെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ധൈര്യമായി ആശാൻ കാണാൻ കയറാം. ഈ സിനിമയിലെ മ്യൂസിക് ഇദ്ദേഹം തന്നെയാണ് കമ്പോസ് ചെയ്തത്. ആൻഡ് മ്യൂസിക് ഒന്നും ഒരു രക്ഷയില്ല. ഫോർ എക്സാമ്പിൾ, ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഈ കഥയിലെ നായകൻ കൊച്ചിയിലേക്ക് പോകുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ തൊട്ട് നമുക്ക് ഈ സിനിമയുടെ മ്യൂസിക്കിന്റെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാവും. വിമൽ ജോസ് ഗായ്സ്, ഞാൻ ഈ സിനിമ കാണാനിരിക്കുമ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒരു ഫീൽ ഗുഡ് മൂവി അത്ര പ്രതീക്ഷിച്ചിട്ടേ ഞാൻ ഇരുന്നുള്ളൂ. ആൻഡ് സിനിമയിൽ ഈ ഒരു ഗ്രാമം കാണിക്കുന്ന സീനും പോട്ടെ, എവറി ഫ്രെയിം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സന്തോഷിക്കണില്ലേ നമ്മുടെ ഉർമി സിനിമയുടെ ഡയറക്ടർ, ഉർമി സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ, ആ ഒരു ഫീലാണ് കിട്ടിയത്. എനിക്ക് ഫ്രെയിമൊക്കെ നല്ല വിഷ്വലായി നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ് തരുന്നൊരു ഒരു കിട്ടിലൻ പറയാൻ പറ്റുന്നില്ല. അടിപൊളി സിനിമാറ്റോഗ്രാഫി ആൻഡ് എഡിറ്ററും അടിപൊളിയാണ്. കിരൺ ദാസ് ആണ് പേര്. ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ വൈസ് ഈ പടം മികച്ചു നിൽക്കുകയാണ്. 1% പോലും നമുക്ക് എവിടെയും ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. തീരെ ലാഗ് അടിപ്പിക്കാതെ സിനിമ തീരും. ഫസ്റ്റ് തന്നെ നമുക്ക് ജോമോനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ജോമോനെ കാണുന്നത് യൂട്യൂബിലെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ ഓരോ റീലൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കണക്റ്റ് ആവുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന്. ആൻഡ് ഇദ്ദേഹത്തിനോട് നമുക്കൊരു പ്രത്യേക തരം ഒരു സ്നേഹം ഉണ്ടാവും. പ്രധാന കഥാപാത്രം നായകൻ തന്നെ പറയാം, ഇന്ദ്രൻ ചേട്ടനെ പോലെ തന്നെ നായകൻ തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയിൽ സ്റ്റാർട്ടിങ് തൊട്ട് പുള്ളീനെയാണ് കാണിക്കുന്നത്. ശോഭി തിലകൻ അറിയാലോ, ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഒരു സിനിമയ്ക്കുള്ളിലൊരു സിനിമയാണ് പരിപാടി. ശോഭി തിലകനും ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളൊന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിൽ വേറൊരു കഥാപാത്രമുണ്ട്, പേര് ഞാൻ മറന്നു, ബിബിൻ എന്നാണ് തോന്നുന്നു. ഇതിലൊരു സ്റ്റാർ ആയിട്ട്, സിനിമയ്ക്കുള്ളിലൊരു സ്റ്റാർ ആയിട്ടാണ് പുള്ളി. ഒരു രക്ഷയില്ല. ഇതിലെ കോമഡികളൊക്കെ എടുത്തു പറയണം. പിന്നെ എടുത്തു പറയേണ്ടത് ഇന്ദ്രൻ ചേട്ടൻ. ഹോമിന് ശേഷം ഇദ്ദേഹത്തിന്റെ നായക കഥാപാത്രമായ ഒരു സിനിമയാണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മാരകം. പുള്ളിന്റെ ഒരു മീശയുള്ള ഒരു പരിപാടി ഉണ്ട്. മീശയിൽ തന്നെ പുള്ളി അഭിനയിക്കുന്നുണ്ട്. മീശ വെച്ചൊരു പരിപാടി ഉണ്ട്. അത് കാണിച്ചിടാനൊന്നും പറ്റത്തില്ല, ആ പുള്ളിക്കേ പറ്റൂ. അടിപൊളിയാണ്. ആൻഡ് കാസ്റ്റും സിനിമ ടെക്നീഷ്യൻസിനൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് ഈ ഫിലിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് തോന്നി. ഭയങ്കര ഫൺ ആൻഡ് ഫീൽ ഗുഡ് മൂവിയാണ്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഓരോ ക്രൂ, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കഷ്ടപ്പാടുകൾ ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും